കേന്ദ്രം തേച്ചു ഓടിച്ചു. വാർത്താ സമ്മേളനം വിളിച്ച LDF കൺവീനർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മനുഷ്യ മനസ്സിനെ പൂർണ്ണമായും അനുഭവിപ്പിച്ച ഒരു സംഭവമാണ് ജൂലൈ 30 വയനാട്ടിലുണ്ടായ വിവരണാതീതമായ പ്രകൃതി ദുരന്തം. ഇപ്പോൾ 3.5 മാസം കഴിയുകയാണ് ഈ ദുരന്തം ഉണ്ടായിട്ട്. 400 ആളുകൾ മരണപ്പെടാൻ ഇടവന്ന ഒരു ദുരന്തമാണ്. 1000-ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുനരധിവാസത്തിന്റെ ഒരു പദ്ധതി മുന്നോട്ട് ടൗൺഷിപ്പ് മാതൃകയിൽ ഒരു പുതിയ ജീവിത രീതി എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായി സഹായിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് ഈ ദുരന്തം നേരിട്ട് മനസ്സിലാക്കേണ്ട ചെറിയ കുട്ടിയെ എടുത്ത് താലോലിക്കുന്ന സംഭവം ഉണ്ടായി. അതിലൊന്നും തെറ്റില്ല. കേരളത്തിന്റെ അനുഭവം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, നാടിന്റെ ഇന്ത്യയുടെ അനുഭവം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു PR ഇവന്റാക്കി മാറ്റിയ നിലയാണുള്ളത്. ഇത് ജനങ്ങളിൽ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം നൽകും എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സഹായം ലഭിക്കുമെന്നാണ്. ഈയിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ സന്ദർഭത്തിലും ഏത് ലിസ്റ്റിൽപ്പെട്ടതായാലും കേരളത്തിന് അർഹമായ സഹായം ലഭിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. ഈ പ്രശ്നത്തിൽ വളരെ ജനങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ സജീവമായ ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പ്രധാനം. അതിന്റെ ഭാഗമായി ഇപ്പോ നമ്മുടെ ഈ ദുരന്ത നിവാരണ സഹായത്തിനുള്ള നിയമപരമായ ചില സംവിധാനങ്ങൾ SDRF ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് 5858.60 കോടി രൂപ 5858.60 കോടി രൂപ 14 സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിന് കിട്ടിയത് 145.60 കോടി രൂപയാണ്. ഇത് നിയമപരമായി SDRF വഴി നൽകുന്ന ഒരു സഹായമാണ്. ഇതിന്റെ പുറത്താണ് കേരളത്തിന്റെ ഈ വിവരണാതീതമായ ഈ ദുരന്തം വയനാട് ഈ ദുരന്തത്തെ വ്യാഖ്യാനിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശമാണ് പൂർണ്ണമായും തുടച്ചു നീക്കിപ്പോയത്. അവിടെ ഇപ്പോൾ ജനവാസമില്ല, അവിടെ കെട്ടിടങ്ങളില്ല, കടകളില്ല, വളർത്തുമൃഗങ്ങളില്ല, മനുഷ്യരില്ല, ആകെ സ്മാഷ് ചെയ്തു പോയി. അത്തരമൊരു പ്രദേശത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അവിടെ ഇനിയും കുടുംബങ്ങളെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ സ്ഥിതിയാണ്. അപ്പം അവിടെ ശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് മതിയായ സംരക്ഷണം കിട്ടണം.
അതിനാവശ്യമായ പുനരധിവാസ പദ്ധതിയാണ് കേരള ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചിട്ടില്ലെങ്കിലും ഈ പുനരധിവാസം ഉറപ്പുവരുത്തുമെന്ന് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് കൂടുതൽ ഈ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക നിലയിൽ, സഹായം ലഭ്യമാകത്തക്ക നിലയിൽ വലിയ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഡിസംബർ മാസം 5-ാം തീയതി കേരളത്തിലുടനീളം വലിയ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 5-ാം തീയതി രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്താണ് ഈ സമര പരിപാടി. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്ക് മാർച്ച് നടക്കും. 25,000 ആളുകൾ പങ്കെടുക്കും എന്നാണ് LDF ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് ഉപരോധിക്കും. രാവിലെ 10:30 മുതൽ 1 മണി വരെയുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് ഉപരോധിക്കും. ജില്ലാ കേന്ദ്രങ്ങളിലെ സമരത്തിൽ 10,000 ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി വലിയ പ്രതിഷേധ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന മറ്റൊരു സമീപനം, കേരളത്തിന് വിവരണാതീതമായ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 8 വർഷങ്ങളിലായി നടന്നിട്ടുണ്ട്. ഇവിടെ പ്രകാരം ഇതിനിടയിൽ 1116 പദ്ധതികൾക്കായി 86,007 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1016 പദ്ധതികൾക്ക് 86,307 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം സമാഹരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം തുടരുകയാണ്. ഈ ഭരണകാലത്താണ് ഈ പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമുണ്ടായത്. ഇതിന്റെ ഭാഗമാണ് വിവിധ വികസന പദ്ധതികൾ. നാഷണൽ ഹൈവേക്ക് പോലും ഈ പദ്ധതി ഉപയോഗിച്ചിട്ട് സ്ഥലമെടുപ്പിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള വൻകിട പദ്ധതികളെല്ലാം, വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നത് ഈ പദ്ധതിയുടെ കൂടി ഭാഗമാണ്. വൈദ്യുതിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കൽ, കുടിവെള്ളം എത്തിക്കൽ, ഇങ്ങനെയുള്ള നാനാതരം പദ്ധതികൾ, വ്യവസായങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നടപടികൾ, ടൂറിസം മേഖലയുടെ വികാസം, ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നാനാ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകാൻ കേരളത്തിന് കഴിയുന്നത് ഈ കിഫ്ബിയുടെ ഈ ധനസഹായം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കിഫ്ബിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ആസൂത്രിതമായ പദ്ധതികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കിഫ്ബി വഴി സമാഹരിക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന കടം നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാം. ഈ പദ്ധതി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ഉപരോധം, സ്റ്റേറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ ഉപരോധം അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ സ്റ്റേറ്റിന് അർഹമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം വളരെ ഗൗരവമായി കേരളീയ സമൂഹത്തിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഈ വയനാട് ദുരന്ത സഹായവുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തെ തുടർച്ചയായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി തുടർച്ചയായ ക്യാമ്പയിനും പ്രക്ഷോഭ സമരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉദ്ദേശിക്കുന്നത്. അതിനനുസൃതമായിട്ടുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താഴെ തലം വരെയുള്ള കമ്മിറ്റികളെല്ലാം ചേർന്ന് ഈ സമര പരിപാടികളിൽ ജനങ്ങളെ വിപുലമായി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രശ്നത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഏത് വിഷയത്തിലാണ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ഇത് കോടതിയുടെ മുമ്പിൽ എന്തൊരു വിഷയം വരുന്നുണ്ട്, അതിന്റെ അവസാനത്തെ സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടി നമ്മൾ പരിഗണിക്കും. ഹൈക്കോടതി പറഞ്ഞത് ഈ ദുരന്ത മേഖലയിൽ അതുപോലെ അങ്ങനെ ദുരന്ത മേഖലയിൽ ഹർത്താൽ പോലെയുള്ള സംഘവാദം വേണോ എന്നൊരു പരാമർശം നടത്തി കോടതിയുടെ അഭിപ്രായം പറയുന്നത്. വയനാട്ടിൽ UDF ഹർത്താൽ ആചരിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹർത്താൽ ആചരിച്ചു. രണ്ട് ഹർത്താലും ഒരു ദിവസമാണ്. ഇതിൽ UDF LDF വ്യത്യാസമില്ല. ജനങ്ങളുടെ മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നം ഉയർന്നത്. വയനാടിന്റെ ഒരു പൊതുവികാരമാണ്. ആ വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമരരീതി വികസിതമായത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ ഈ നിഷേധ നിലപാടിൽ തന്നെയാണ്. ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സമീപിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട്. ഈ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പൊ നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല, നികുതി വിഹിതം ലഭിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ ഒരു പ്രമേയം പാസാക്കി. വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് തിരുത്തലിന് വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിനെതിരായ ഒരു സമര പരിപാടി ആവിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും കേരളത്തിലെ MP-മാരും ഒന്നിച്ച് പങ്കെടുക്കാമെന്നൊരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്തു. ആ സമരത്തിൽ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ UDF-ന്റെ നേതാക്കന്മാരോട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു. അവര് സഹകരിക്കാൻ തയ്യാറായി. നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം. കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് 18 MP-മാർ UDF-നെ പ്രതിനിധീകരിക്കുന്നവരായി ഉണ്ടായിട്ടുണ്ട്. അവരുകൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിവേദനം സമർപ്പിക്കാൻ, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല. കേരളത്തിലെ UDF സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ MP-മാരെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ നമുക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് ഫെഡറൽ രീതി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ചുമതലയാണ്. ഈ കാര്യങ്ങളിൽ കേരളത്തിലെ MP-മാർ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. അത് നമ്മൾ ആ നിലയിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ്. ഒരിക്കലും ഒരു കേരളത്തിന്റെ ഒരു മുൻമന്ത്രിയാണല്ലോ ഈ കാര്യം സംസാരിച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രദേശത്തിന്റെ വലുപ്പം നോക്കിയിട്ടാണോ ദുരന്തത്തെ സഹായിക്കുന്നത്? ഈ 400 പരം ആളുകൾ ഒന്നിച്ച് ഇങ്ങനെ ഈ ബുദ്ധി ഒലിച്ചു പോയ സംഭവം വേറെയുണ്ട്. ആ ദുരന്തത്തിന്റെ രീതിയല്ലേ നോക്കേണ്ടത്? ആ ദുരന്തം മനുഷ്യനെ എങ്ങനെ ബാധിച്ചു എന്നല്ലേ നോക്കേണ്ടത്? അത് പ്രദേശത്തിൻ്റെതുമാണ്. ഇനിയിപ്പോ എന്തോ ആവട്ടെ, ഇനിയിപ്പോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരന്തത്തിനനുസരിച്ച്
അവിടെ മരണപ്പെട്ടവരുടെ ഇപ്പൊ കേരള ഗവൺമെന്റ് നിരവധി സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഇപ്പൊ താൽക്കാലികമായി വാടക വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമായി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവർക്ക് അവരുടെ സ്വന്തമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഈ ദുരന്തത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത കണ്ട് കേന്ദ്രത്തെ സഹായിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു നാടിനെ തന്നെയും ജനങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി തന്നെ ശരിയല്ല. അതുകൊണ്ട് ഒരിക്കലും അത്തരം അഭിപ്രായങ്ങളെ മുഖവിലേക്കെടുക്കാൻ കഴിയുന്നതല്ല. ആരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു. വയനാടിന്റെ മറവിലെ കിഫ്ബിയെ കടപറ്റിയിലകത്ത് നിന്ന് ഒഴിവാക്കാനല്ലേ ശ്രമിക്കുന്നത്. അതായത് കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കിഫ്ബിയെ കടപറ്റിക്കുള്ളിൽ തന്നെ നിർത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ വയനാടിന്റെ കാര്യം കിഫ്ബിയെ കൂടി ചേർത്ത് പറയുന്നത് ആ കടപറ്റിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന സാധനം. ഇതിന്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇതുപോലുള്ള ഇപ്പം വയനാട് ദുരന്തത്തിന്റെ പ്രശ്നം തന്നെ കേരളം ചില സമയത്ത് കടമാണ് ഉദ്ദേശിച്ച കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നതായിട്ട് ജനങ്ങളുടെ സഹകരണം തേടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിൽ സംഭാവനകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് ഈ കാര്യത്തിൽ. ചിലതൊക്കെ സഹകരിക്കുന്നുണ്ട്, എന്നാലും പൊതുവെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ നല്ല സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ പോലും ഈ ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ലഭിക്കുമെന്നുള്ളത് കാണില്ല. ഇങ്ങനെയുള്ള പൊതു ആവശ്യത്തിനു വേണ്ടി കടമെടുക്കുന്ന സമയത്ത് അത്തരം കടങ്ങളെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പൊതു കടപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് വേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാനത് സന്ദർഭവശാൽ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കിഫ്ബിക്കെതിരായിട്ടുള്ള നീക്കത്തെ കുറിച്ച് പറഞ്ഞത്. ഭാവിയിൽ ഈ പ്രശ്നം സജീവമായിട്ട് ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് തുടങ്ങി വെച്ചെന്ന് മാത്രം. വയനാടിനുള്ള ധനസഹായം കിട്ടിയില്ലെങ്കിലും വയനാടിന് ധനസഹായം കിട്ടരുത്, കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനെ ഞങ്ങൾക്കില്ല. വയനാടിന്റെ കടസഹായം നമുക്ക് സാമ്പത്തിക സഹായം കിട്ടണം. കിഫ്ബി മറ്റൊരു വിഷയമാണ്. കിഫ്ബി വഴി ഫണ്ട് സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും കേരളത്തിന്റെ വികസനത്തെ ലക്ഷ്യവെച്ചുകൊള്ളാം. ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിലപാടിൽ നിന്ന് മാറ്റം വരണം. ഞാൻ പറഞ്ഞത് ഇവിടെ വയനാട് ദുരന്ത സഹായത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, അതേ നിലപാട് തന്നെയാണ് ഈ കിഫ്ബിയുടെ പ്രശ്നത്തിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി പറയാറുള്ളത്. സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് പൊതുവായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കും. നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നില്ലേ സഹകരിക്കുന്നില്ല, സഹകരിക്കാൻ തയ്യാറില്ല. ഈ പാലക്കാട് ഇലക്ഷന്റെ സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹം എടുത്ത് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാണ് സംസാരിക്കുക? അതും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ UDF നേതൃത്വമായിട്ട് ചർച്ച ചെയ്യുന്നത് അവർ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാവി പരിപാടിയെ കുറിച്ച് അവർ കൂടി സഹകരിക്കാമെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കുന്നതിന് ഞങ്ങൾ സന്നദ്ധമാണ്. ഇന്ന് LDF-നകത്ത് ചർച്ച സമയത്തും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് കണ്ടത്. വയനാട് ജില്ലയിൽ 2 ഹർത്താൽ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് ഒന്നിച്ചേ ഒന്നിച്ച് ഒരു എഫക്ട് അല്ലേ, ഒന്നിച്ച് നടത്തിയാൽ പോലെ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് ഇവിടെ UDF സ്വീകരിച്ചു വരുന്നുണ്ട്. അതിന്റെ വ്യത്യസ്തമായ അനുഭവമാണ് MP-മാരുടെ കോൺഫറൻസിൽ. അത് നേരത്തെ അവർ ഒന്നിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടും അത് തയ്യാറായിട്ടില്ല. ഇപ്പൊ അവർ ഒന്നിച്ചിടപെടാമെന്ന് തീരുമാനിച്ചു. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം. ആ നിലപാടിനെ സ്വാഗതം ചെയ്യണം. അതിനെ കൂടി അടിസ്ഥാനമാക്കി തുടർന്ന് നമുക്ക് ഇവരെ കൂടി സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങളെന്തായാലും സ്വീകരിക്കും. അത് ഞങ്ങൾ പോകുള്ളൂ. LDF ചർച്ച ചെയ്യുന്ന വിഷയമല്ല, അത് തികച്ചും ഒരു നിയമപ്രശ്നമാണ്. സജി ചെറിയാന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ കോടതിയിലെത്തിയിട്ടുള്ള കോടതി വിധി തികച്ചും നിയമപരമാണ്. അത് നിയമത്തിന്റെ വഴി വെച്ച് പരിശോധിക്കട്ടെ. നിയമപരമായ പരിശോധന കഴിഞ്ഞിട്ട് വരട്ടെ. എന്നിട്ട് എന്ത് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. കോടതിയും നിയമവ്യവസ്ഥയും എല്ലാം ഈ നാട്ടിലുണ്ടല്ലോ, അവര് ഫൈനലൈസ് ചെയ്യണം. അത് ഫൈനലൈസ് ചെയ്ത് മുറക്കി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് നമ്മൾ നോക്കാറില്ല.
പോലീസിന്റെ ഹൈക്കോടതിയുടെ വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ട്. അന്വേഷണവുമായി ഇതിന്റെ ഈ ചെറിയ വിഷയം ഇന്ത്യക്കുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണമെന്നൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞത്. അത് ഏതായിരുന്നാലും കോടതിയുടെ മുമ്പാകുന്ന വിഷയമാണ്. ഒരു പരിശുദ്ധ കോടതി തീരുമാനിച്ചത് ഇതിന്റെ തുടരന്വേഷണമാണ്. തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചത്. അവിടെയുള്ള കോടതി എടുത്തിട്ടുള്ള നിലപാടിനെയും കോടതി വിധിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇതിന്റെല്ലാം അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും കോടതിയെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ നമ്മൾ ചെയ്യും. നിയമത്തെ അനുസരിച്ചു എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ ദുരന്ത വിഷയത്തിൽ ദുരന്ത വിഷയങ്ങൾ ദുരന്ത വിഷയത്തിൽ ഈ ഒരു കുടുംബത്തെയും അവിടെ മുടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനനുസൃതമായ തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള അതിന്റെ എല്ലാ നിയമവശവും പരിശോധിച്ച് ജനങ്ങൾക്ക് അവിടുത്തെ കൈവശക്കാരായ ആളുകൾക്ക് സംരക്ഷണം കിട്ടണം. അങ്ങനെ ഒരു നിലപാട് എടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് അതാണ്. അത് കേരളത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടെടുത്താൽ മുൻപത്തെ കൈവശക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷ ജനാധിപത്യം. അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻപ് വിഷയം വിളിക്കുന്നത്. നേരത്തെ അനൗൺസ് ചെയ്താണ്. എന്നാ പിന്നെ അത് നമുക്ക് നോക്കാം. ഞാനത് സർവകക്ഷി യോഗമാണ്. ആ സർവകക്ഷി യോഗത്തിൽ നിന്നത് ഇന്ന് വൈകിട്ട് സോറി ഉന്നതല യോഗത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ വർഗീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കലാണല്ലോ. അത് തിരിച്ചറിയാൻ വർഗീയമായ നിലപാടെടുക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നാടിനെ രക്ഷിക്കണം. ആ നിലപാടിന്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ. ഈ നേരത്തെ ഈ പ്രശ്നം പറഞ്ഞതല്ലേ, LDF നേരത്തെ ഇതിൽ ഇടപെടുന്ന കാര്യത്തിലോ ഗവൺമെന്റ് ഇടപെടത്തിലോ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. ഇത് വേറെ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാര്യത്തിലൂടെ ചില ശ്രമിച്ചുകൊണ്ടിരുന്നത് ശരിയാണ്. അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. കൈവശക്കാരുടെ അവരുടെ അവകാശ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. എല്ലാ നടപടികളും ചെയ്യും. കൈവശക്കാർ എത്രയും കുടുംബമെന്നത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല. കൈവശക്കാരാരൊക്കെയാണോ അവരുണ്ട്. അത് നമുക്ക് കൗണ്ടിങ് ഇപ്പൊ നാളെ റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വരുന്നതിന് ശേഷം ഇനി തന്നെ പറ്റിയില്ലല്ലേ പുറത്തിലാട്ടെ. അതുവരെ ഊഹങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ഞങ്ങളായാലും അവരായാലും എല്ലാവരും പൊതു നിഗമനങ്ങളാണ്. കോൺഫിഡൻസ് കുറവൊന്നുമില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് കുറവൊന്നുമില്ല. കാര്യം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വിശകലനം അതിന് കൗണ്ടിങ്ങിന് ശേഷം നടത്തുന്ന പരിശോധിക്കണമെന്ന് തന്നെയാണ് അന്വേഷണം നടക്കണമെന്നുള്ളത്. അന്വേഷണം നടക്കണമെന്നുള്ളതാണ് വേണ്ടത്. നിയമപരമായ പരിശോധന നടത്തി തീരുമാനം നടത്തണം. അപ്പീലിന്റെ സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അതിന്റെ നിയമവശം പരിശോധിച്ചിട്ടേ പറയുന്നു. നാളത്തേക്കുള്ള